രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് 2-3 കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ കേക്കിന് വേണ്ടിയുള്ള പണിക്ക് വേണ്ടിയിട്ടാണ് ഈ റിബൺ റെഡിയാക്കി എടുത്തത്. ഒരു വിൻറ്റേജ് തീമിലുള്ള കേക്കായിരുന്നു കേട്ടോ. അത് ഒരു ബ്രൈഡ് ടു ബിയുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി കൊണ്ടുപോകാനുള്ളതായിരുന്നു. അപ്പോൾ അവരുടെ ഡ്രസ്സിൻ്റെ കളർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ബ്ലൂ ആയിരുന്നു കേട്ടോ. കറക്റ്റ് ഒരു ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എന്തോ ഒരു ബ്ലൂ. ഞാൻ സത്യം പറഞ്ഞാൽ 3 ടൈപ്പ് ബ്ലൂ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ആ ഒരു കളർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സിന് മാച്ചായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റോയൽ ബ്ലൂ, ഗ്രേഡിയൻ ബ്ലൂ, നേവി ബ്ലൂ, ഇങ്ങനെ 3 കളറും ഒരു ഡ്രോപ്പ് പോലും ഇല്ലാണ്ട് വളരെ കുറച്ചളവിൽ ആഡ് ചെയ്തപ്പോൾ ഈ ഒരു കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞ പോലെ തന്നെ കേക്ക് ഫിനിഷിങ് ചെയ്ത് ഒരു മോഡൽ അയച്ചിട്ടുണ്ടായിരുന്നു. മോഡൽ അയച്ചത് ഒരു പിങ്ക് കളറുള്ള കേക്കായിരുന്നു കേട്ടോ. അത് സെയിം ഈ ഒരു കളറിലേക്ക് മാറ്റി ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്തുള്ള പോലെയുള്ള സൈഡിലുള്ള സ്പാച്ചുല ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തു. പാലറ്റ് നൈഫും കൊണ്ട് ചെയ്യുന്ന ഡിസൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ റിബണൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും എല്ലായിടത്തും ഇടാനുണ്ടായിരുന്നു. അതല്ലാതെ വേറെ വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രൈഡ് ടു ബിയുടെ ടോപ്പറോ കാര്യങ്ങളൊന്നും വേണ്ടാന്നായിരുന്നു കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ ചെയ്ത് കൊടുത്തു. അപ്പോൾ അന്നുണ്ടായിരുന്ന 3 കേക്കും നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ. ഇത് സൺഡേയിലുള്ള ഓർഡറായിരുന്നു. അങ്ങനെ സൺഡേയിൽ ഇങ്ങനത്തെ സിമ്പിൾ കേക്ക്സ് ഒക്കെ വളരെ കുറവാണ്, പക്ഷേ ഇതെല്ലാം നല്ല സിമ്പിളായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൊടുത്തു വിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ക്രാഡിൽ സെറമണിക്ക് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു. ഇതിനകത്ത് ആദ്യം ഒരു ബേബി ഗേളിൻ്റെ ടൈപ്പിൽ വരുന്ന പ്രിൻ്റൊക്കെ വയ്ക്കാനായിരുന്നു പറഞ്ഞത്. പിന്നെ ബേബിയുടെ ഡ്രസ്സ് അയച്ചു തന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു മോഡലിൽ തന്നെ കേക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ തന്നെയാണ് കേട്ടോ ഇങ്ങനെ പ്രിഫർ ചെയ്തത്. ഇതിനകത്ത് ഇങ്ങനെ ചെറിയൊരു ബോഡി ഡിസൈനും അതേപോലെ ഒരു കുഞ്ഞു ഹേർട്സും വരുന്ന രീതിക്കായിരുന്നു പറഞ്ഞത്. ആ ഡ്രസ്സിൽ വന്നത് അതേപോലെ തന്നെ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാൻ കേട്ടോ. നെയ്ച്ചോറ് ഉണ്ടാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 കേക്കിൻ്റെ വർക്ക് ഉണ്ട്, വേറെ കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നെയ്ച്ചോറാണെങ്കിൽ രാവിലെ പുട്ടിനുണ്ടാക്കിയ ബീഫ് കറി ഉണ്ട്, അതൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നെയ്ച്ചോറിനുള്ള കറിയാവും. സാധാ ബീഫ് കറി ചോറിൻ്റെ കൂടെ ഒന്നും ആരും കഴിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ പെരുന്നാളിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടായിരുന്നു. വലിയ പെരുന്നാളിന് നെയ്ച്ചോറ് ഉണ്ടാക്കിയില്ലായിരുന്നല്ലോ, നമ്മൾ തേങ്ങാച്ചോറായിരുന്നു വെച്ചത്. അപ്പോൾ ആ അരി ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനൊരു 2 കപ്പ് അരി മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് മാത്രം കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അങ്ങനെ അരിയൊക്കെ എടുത്ത് ഒന്ന് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഉണ്ടായിരുന്നു. ആ ക്യാരറ്റിൽ നിന്ന് ഒരു പകുതി ക്യാരറ്റ് എടുത്തിട്ട് നമ്മൾ നെയ്ച്ചോറിലേക്ക് ക്രഷ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പകുതി എടുത്തിട്ട് ബാക്കി പകുതി അങ്ങനെ തന്നെ നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ക്യാരറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലൊക്കെ ഞാൻ പെട്ടെന്ന് ചോറ് കുക്കറിൽ ഉണ്ടാക്കാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടാക്കുന്ന ടൈമായപ്പോൾ ഞാൻ വിചാരിച്ചു കുക്കറിൽ ഉണ്ടാക്കണ്ട, നമ്മൾ സാധാ പാനിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാനൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നെയ്യും കാര്യങ്ങളൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം തന്നെ കുറച്ച് മുന്തിരിയും സവാളയും ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുത്തു. നട്ട്സ് ഉണ്ടായിരുന്നില്ല കേട്ടോ, ക്യാഷ്യൂ ഉണ്ടായിരുന്നില്ല. പിന്നെ മുന്തിരിയാണ് ഇവിടെ പിള്ളേർക്കൊക്കെ കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഞാൻ ക്യാഷ്യൂ ഒന്നും വാങ്ങിക്കാൻ നിന്നിട്ടില്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ രീതിക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാലോ. അപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് മുന്തിരിയും ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ സവാളയും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ അതിനകത്തോട്ട് തന്നെ വീണ്ടും കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെയും കുറച്ച് സവാള വാട്ടിയിട്ടാണ് അരി കഴുകി ഇട്ട് കൊടുത്തത്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ നെയ്ച്ചോറുണ്ടാക്കുന്ന സമയത്ത് ആദ്യം വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് അരി ഡയറക്റ്റ് ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ നെയ്ച്ചോറിന് നല്ല ടേസ്റ്റ് വന്നു തുടങ്ങി കേട്ടോ. കാരണം ആ നെയ്യിൽ കുറച്ച് സവാള വഴറ്റിയിട്ട് ആ നെയ്യിലിട്ട് തന്നെ അരി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തുണ്ടാക്കുമ്പോൾ നെയ്ച്ചോറ് നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാവരും അങ്ങനെയാണ്, എല്ലാവർക്കും അങ്ങനെ തോന്നാറുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയ പിന്നെ